السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ضربنا للناس في هذا القرآن من كل مثل لعلهم يتذكرون. قرآنا عربيا غير ذي عوج لعلهم يتقون. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا. الحمد لله بل أكثرهم لا يعلمون. إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون. അള്ളാഹു മനുഷ്യൻ്റെ മനസ്സുകളിൽ ചില ഹൃദയങ്ങളെ ഇസ്ലാമികമായി ജീവിക്കാൻ വേണ്ടി വിശാലമാക്കി കൊടുക്കുന്നു. ചില ഹൃദയങ്ങളെ അല്ലാഹു തആല കടുത്ത അവസ്ഥയിലേക്ക് ആക്കുന്നു. അത് രണ്ടും സമമാകുകയില്ലല്ലോ എന്ന തുടങ്ങുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. അല്ലാഹു ഹിദായത്ത് നൽകുന്ന ആളുകളും ആ ഹിദായത്ത് മനസ്സിൽ കയറാത്ത ആളുകളും അള്ളാഹു നിർബന്ധിച്ച് നമ്മളെ ചില ആളുകളെ ഹിദായത്തിലാക്കുകയും ചില ആളുകൾക്ക് ഹിദായത്ത് തടയുകയുമല്ല ചെയ്യുന്നത്. നേരെമറിച്ച് സന്മാർഗം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള ബുദ്ധിയും വിവേകവും കൊടുത്തതിന് ശേഷം ആര് അത് സ്വീകരിക്കുമോ അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. ആര് ദേഹേച്ഛയെ പിന്തുടർന്ന് അതിനെ തള്ളിക്കളയുമോ അവർക്ക് അള്ളാഹു ഹിദായത്ത് നിഷേധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി ഒരു ഉപമ പറയുകയാണ് അള്ളാഹു തആല. ശിർക്ക് ചെയ്യുന്നവൻ്റെയും തൗഹീദ് അംഗീകരിക്കുന്നവൻ്റെയും തമ്മിലുള്ള ഒരു ഉപമയാണ്. അതായത് ഒരു അടിമ, ആ അടിമയുടെ യജമാനന്മാർ ഒരുപാടെണ്ണമുണ്ട്. ഒരടിമയുടെ യജമാനന്മാർ കുറേ യജമാനന്മാർക്ക് ഒരടിമയാണുള്ളത്. ഈ യജമാനന്മാരാണെങ്കിലോ പരസ്പരം ധാരണയില്ലാത്ത, പിടിവലി കൂടുന്ന, പരസ്പരം ശത്രുക്കളായ യജമാനന്മാരാണ്. അങ്ങനെയുള്ള കുറേ യജമാനന്മാർക്ക് ഒരടിമയുണ്ടായാൽ ഈ അടിമയുടെ ഗതികേട് എന്തായിരിക്കും? ഓരോരുത്തരും അവനവൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നീ സ്വീകരിക്കണം എന്ന് പറയും അടിമയോട്. അപ്പോൾ മറ്റോൻ പറയും അതല്ല, ഞാൻ പറഞ്ഞതാണ്, ഞാനാണ് എൻ്റെ യജമാനൻ, ഞാൻ പറഞ്ഞത് സ്വീകരിക്കണം എന്ന് പറയും. അങ്ങനെ ഈ പരസ്പരം കടിപിടി കൂടുന്ന യജമാനന്മാർക്കിടയിൽ ഇവന് നിസ്സഹായനായി കഷ്ടപ്പെട്ടു പോകും. എന്നാൽ മറ്റൊരടിമ
അയാൾക്ക് ഒരു യജമാനനെ ഉള്ളുവെങ്കിൽ ഇയാൾക്ക് ആ ഒരു യജമാനനെ മാത്രം അനുസരിച്ചാൽ മതി. ആ അടിമക്ക് അവന് സമാധാനമാണ്, യജമാനൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി. മറ്റേ അടിമക്കാണെങ്കിലോ ഒരുപാട് യജമാനന്മാർ പറഞ്ഞത് കേട്ട് ജീവിക്കേണ്ടി വരും. ഇതൊരു ഉപമ പറയുകയാണ് അല്ലാഹു തആല, ഒരു മസല് എന്ന് പറഞ്ഞ ഉപമയാണ്. ഈ ഉപമ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ശിർക്ക് ചെയ്യുന്ന ഒരാൾ ഒരുപാട് ദൈവങ്ങളെ, ഒന്നിലേറെ ദൈവങ്ങളും രക്ഷകന്മാരുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അവസ്ഥ അതാണ്. ആരെയാണ് തൃപ്തിപ്പെടുത്തുക? എല്ലാവരെയും പരസ്പരം തൃപ്തിപ്പെടുത്താൻ അവനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അവൻ ചില കാര്യത്തിൽ അങ്ങോട്ട് പോകും, ചില കാര്യത്തിൽ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഒന്നിലേറെ യജമാനന്മാരെ സ്വീകരിച്ച നിസ്സഹായനായ അടിമയെപ്പോലെയാണ് മനുഷ്യന്മാരിൽ പലരും. എന്നാൽ തൗഹീദ് ഉൾക്കൊണ്ട ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്ക് അവൻ്റെ സങ്കടം പറയാനും അവൻ്റെ സന്തോഷം പറയാനും അവനെ അർപ്പിക്കാനും അവന് സ്വീകരിക്കാനും അവനെ അനുസരിക്കാനും ഒക്കെ ഒരു പടച്ചവനേ ഉള്ളൂ. ആ പടച്ചവനെ മാത്രം അനുസരിക്കുമ്പോൾ അതിലൊരു സമാധാനം ഉണ്ടാകും. അവനിൽ അർപ്പിച്ചും അവനോട് ചോദിച്ചും അവനോട് സങ്കടം പറഞ്ഞും ഇവന് സുഖമായി ആരാധിച്ച് ജീവിച്ചു കൂടാം. ഇതാണ് ഈ ഒരു ശുറക്കാ പങ്കുകാരൻ. അപ്പോൾ നമ്മൾ പഠിച്ചവൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം ജീവിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആരെന്ത് ആയാലും അയാളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. പിന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി. നേരെ മറിച്ച് ഒരുപാട് ആളുകളെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്താൻ മനുഷ്യൻ കഷ്ടപ്പെടും. ഇപ്പോൾ കുറേ പാർട്ടികളുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരവരുടെ സ്വന്തക്കാരുണ്ട്. ഓലൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് എല്ലാ മനുഷ്യന്മാരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവന് വളരെ കഷ്ടപ്പാടായിരിക്കും. പലതും ഒളിപ്പിച്ച് വെക്കേണ്ടി വരും, പലയിടത്തും കാപ്പട്യം കാണിക്കേണ്ടി വരും, ഒരുപാട് മുഖങ്ങൾ പലരുടെ മുമ്പിലും പ്രകടിപ്പിക്കേണ്ടി വരും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നേരെ മറിച്ച് പഠിച്ചവനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഈ ശിർക്കിനെയും തൗഹീദിനെയും അള്ളാഹു ഉപമിച്ചത്. ഒരുപാട് കടിപിടി കൂടുന്ന യജമാനന്മാരുടെ അടിമ. കടിപിടി കൂടാം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഓരോ യജമാനനും ഓരോ കാര്യമാണ് അവനോട് കൽപ്പിക്കുന്നത്. അവനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ പഠിച്ചോൻ ഏകനായ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിലോ ആ അള്ള മാത്രം പറയുന്നത് മാത്രം കേട്ടാൽ മതി, വേറെ ആരെയും അവനെ തൃപ്തിപ്പെടുത്താനില്ലല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത്. അതിന് ജനങ്ങളുടെ തൃപ്തി ഇല്ലെങ്കിലും ആളുകളുടെ തൃപ്തി ഇല്ലെങ്കിലും പടച്ചവൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ റിള കിട്ടണം എന്ന് വിചാരിച്ച് ഒരാൾ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ റിളയും കിട്ടും. ഏത് ജനങ്ങളെ മനുഷ്യന്മാർ തന്നോട് അതൃപ്തി കാണിച്ചോ അവരും പിന്നീട് തന്നെ തൃപ്തിപ്പെടുന്ന പടച്ചോൻ അവരുടെ മനസ്സിലും ഇവനോട് ഒരു റിള, ഒരു ഇഷ്ടമുണ്ടാക്കി കൊടുക്കും. തൽക്കാലം ജനങ്ങൾ നമ്മളെ എതിർത്താലും നമ്മളോട് വെറുത്താലും പടച്ചവൻ്റെ വെറുപ്പ് സമ്പാദിക്കാതെ പടച്ചവൻ്റെ ഇഷ്ടം സമ്പാദിച്ചാൽ ജനങ്ങൾ പിന്നീടെങ്കിലും അവനെ ഇഷ്ടപ്പെടും. എന്നാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പടച്ചവൻ്റെ വെറുപ്പ് സമ്പാദിച്ചാലോ പടച്ചവൻ അവനെ വെറുക്കും. ആരെ തൃപ്തിപ്പെടുത്താനാണോ പടച്ചവൻ്റെ വെറുപ്പ് സമ്പാദിച്ചത് ആ ജനങ്ങളൊക്കെ അവനെ വെറുക്കും. പിന്നീട് അവരുടെ മനസ്സിൽ അല്ലാഹു തആല ഇവനോടുള്ള വെറുപ്പ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അള്ളയും ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല. നേരെ മറിച്ച് നാട്ടുകാരില്ലെങ്കിലും അള്ളനെ മാത്രം തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ പിന്നീടെങ്കിലും തൻ്റെ കൂട്ടുകാരും നാട്ടുകാരും തന്നെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അനുസരിച്ച് അവൻ്റെ തൃപ്തി മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടി പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അത്രയേ ഉള്ളൂ, നമ്മൾ ആളുകളെ അല്ല നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജീവിതത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. പിന്നെ വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ഷാഹു സൂറത്തു അഹ്സാബിലാണ്. വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ഷാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പേടിക്കുന്ന ഒരവസ്ഥ വന്നു. അള്ളാഹ് പറഞ്ഞു, ജനങ്ങളെ പേടിക്കണ്ട, അള്ളാഹുവാണ് നീ പേടിക്കാൻ അർഹനായിട്ടുള്ളവൻ, അള്ളാഹനെ മാത്രം പേടിച്ചാൽ മതി, ജനങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടതില്ല, ജനങ്ങളുടെ അനിഷ്ടവും ജനങ്ങൾ പരിഹസിക്കുന്നതും പേടിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സൂറത്തു അഹ്സാബിൽ ഒരു വിഷയം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ സൈനബ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. സൈനബയെ സെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്തു. സെയ്ദ് നമ്മൾ അഹ്സാബിൽ അത് പഠിച്ചിട്ടുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹു നബിൻ്റെ അടിമയായിരുന്നു. നബി അയാളെ മോചിപ്പിച്ച്, എന്നാലും നബിൻ്റെ പുത്രൻ എന്ന പോലെയാണ് ജനങ്ങൾ അയാളെ വിളിച്ചിരുന്നത്. നബിൻ്റെ പോറ്റുമകൻ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ സെയ്ദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനെ, സൈനബ റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിൻ്റെ ബാപ്പയാണ്. നബിൻ്റെ പിതാവിൻ്റെ പിതാവാണ് അബ്ദുൽ മുത്തലിബ്. സൈനബ എന്ന് പറയുന്നത് സൈനബയുടെ ഉമ്മയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ഉമൈമയുടെ മകളാണ് സൈനബ. അപ്പോൾ കുടുംബക്കാർ, നബിയുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്, ഖുറൈശി പ്രമുഖയാണ്. ഖുറൈശികളിലെ പ്രമുഖയായ സൈനബയെ നബിയുടെ പുത്രൻ എന്ന് ആളുകൾ വിളിച്ചിരുന്ന അടിമയായിരുന്ന സെയ്ദിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. വൈവാഹിക കാര്യത്തിൽ ദീനിനാണ് പ്രധാനം, തറവാടിനും മറ്റു തരത്തിലൊന്നിനുമല്ല. സെയ്ദിൻ്റെ വാപ്പാരാണ്, ഉമ്മാരാണ്, എവിടെയാണ്, ഏത് കാലത്ത് എന്നുള്ള മരുഭൂമിയിൽ നിന്ന് കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി വന്ന് അടിമയായി അങ്ങാടിയിൽ വിറ്റിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വാങ്ങി നബിക്ക് ദാനം കൊടുത്ത അടിമയാണ്. നബി അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്. അവൻ നബിയുടെ നിഴലായി പോറ്റുപുത്രൻ എന്ന് പറയുന്നിരുന്ന ആ മനുഷ്യനെ കൊണ്ട് സൈനബയെ വിവാഹം ചെയ്യിപ്പിച്ചു. ആ വിവാഹം പിന്നീട് പരാജയപ്പെട്ടു എന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. കാരണം പല കാരണങ്ങളാലും സെയ്ദിന് സൈനബയെ ഭാര്യയായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ വിവാഹം പരാജയപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീയെ സൈനബ റളിയല്ലാഹു അൻഹ, സൈനബ ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് വിവാഹം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ജാഹിലിയ കാലം മുതൽ അറബികൾക്കിടയിലുണ്ടായിരുന്ന, ഇസ്ലാമിക കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ചീത്തയായ വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, പോറ്റുപുത്രൻ്റെ ഭാര്യയെ അവൻ തലാക്ക് എല്ലിയാൽ പിന്നെ ഇയാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. നബിയുടെ പോറ്റുപുത്രനാണല്ലോ സെയ്ദ് തലാക്ക് എല്ലിയപ്പോൾ അത് നബിയുടെ മകളെപ്പോലെയാണ് ആ പെണ്ണ്, അവളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നൊരു ആചാരം ഉണ്ടായിരുന്നു. അത് ഇസ്ലാം പറഞ്ഞു അങ്ങനൊന്നുമില്ല. പോറ്റുപുത്രൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ യഥാർത്ഥ പുത്രനല്ല, അവന് അനന്തരാവകാശം കിട്ടൂല, അതിന് ഒരു സ്ഥാനവുമില്ല. അവനെ പോറ്റി വളർത്തി എന്നുള്ള ഒരു കുട്ടീനെ പോറ്റി എടുത്തു എന്നുള്ളതല്ലാതെ ആ കുട്ടിക്ക് പാരമ്പര്യമോ അല്ലെങ്കിൽ തറവാടിത്ത സ്ഥാനമോ അല്ലെങ്കിൽ അനന്തരാവകാശമോ ഒന്നും കിട്ടൂല. അത് ഇസ്ലാം നിരോധിച്ചു. അപ്പോൾ ആ പെണ്ണിനെ അവൻ തലാക്കില്ലേ പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് മകളെ വിവാഹം ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള ആചാരത്തെയും അല്ലാഹു തആല അവിടെ ഇല്ലാതെയാക്കി. അതോടൊപ്പം അപ്പോൾ ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, എനിക്ക് സൈനബനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നമ്മളെ കുടുംബജീവിതം സന്തോഷമല്ല നബി, ഒരു കൊല്ലേ ആയിട്ടുള്ളൂ, ഞങ്ങളെ കുടുംബജീവിതം സന്തോഷമല്ല. ഇത് സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുമ്പോൾ നബിക്ക് അതിൻ്റെ മുമ്പ് തന്നെ അല്ലാഹു തആല വഹയി കൊടുത്തിരുന്നു. എന്ത്? സെയ്ദും സൈനബയും തമ്മിലുള്ള വിവാഹബന്ധം നിലനിൽക്കുകയില്ല, സെയ്ദ് അവളെ തലാക്ക് ചെല്ലും. അങ്ങനെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തല്ലഖത്തായ ആ സ്ത്രീയെ ഇനി നിങ്ങൾ വിവാഹം ചെയ്യണം എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. അത് നബിക്ക് മനസ്സിലുണ്ട്. പക്ഷേ സെയ്ദിനോട് സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടത് എന്താ?
ഇജാണ് തലാക്ക് എല്ലി കിട്ടിയാൽ ഞാൻ അവളെ കെട്ടാൻ വേണ്ടി അല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് നബി പറഞ്ഞില്ല, മറച്ചു വെച്ചു. പറയാൻ പാടില്ലല്ലോ, അത് ശരിയല്ലല്ലോ. നേരെ മറിച്ച് നബി പറഞ്ഞു അങ്ങനെ തലാക്കല്ലൊന്നും വേണ്ട, അത് നീ എൻ്റെ ഭാര്യയെ കൃത്യമായി തന്നെ സംരക്ഷിച്ച് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് നിസ്സഹായത പറഞ്ഞു, ഞങ്ങൾ തലാക്ക് എല്ലിക്കാളി എന്ന് പറഞ്ഞു. പിന്നീട് യുദ്ധ കഴിഞ്ഞപ്പോൾ നബി വിവാഹം ചെയ്തു. ഈ വിഷയം സൂറത്തു അഹ്സാബിലുണ്ട്. ഒരു തഖൂലില്ലദീ അൻഅമല്ലാഹു അലൈക വഅൻഅംത അലൈഹി അംസിക അലൈക സൗജക വത്തഖില്ലാ വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വല്ലാഹു വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശ. അവിടെ നബിയോട് അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹിനെ ഭയപ്പെട്ടവൻ. ആളുകൾ പോറ്റുപുത്രൻ്റെ ഭാര്യയെ തലാക്ക് ഇല്ലയപ്പോൾ ആ മകളെപ്പോലെയുള്ള പെണ്ണിനെ വിവാഹം ചെയ്തു എന്നുള്ള ഒരു ചീത്തപ്പേര് നിനക്ക് വരും. അയച്ചിട്ട് ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല, അത് ശരിയല്ല. അവർക്കങ്ങനെ ഒരു ചീത്തപ്പേര് പറയാം, അവരുടെ ദുരാചാരത്തിനനുസരിച്ച് പറയാണ്. നീ പഠിച്ചോനെ പഠിച്ചാൽ മതിയെന്ന്. പിന്നീട് എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബി വിവാഹം ചെയ്തത് ശരിയാണ് എന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നവർ പോലും അംഗീകരിക്കുകയാണ് ചെയ്തത്. ആ ആചാരം തന്നെ അല്ലാഹു തആല അതോടുകൂടി പിന്നെ അറബികളിൽ നിന്ന്, പ്രത്യേകിച്ചും ഖുറൈശികളിൽ നിന്ന് അങ്ങനെ ഒരു ആചാരം തന്നെ ഇല്ലാതെയാക്കി. അപ്പോൾ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആളുകൾക്ക് തൽക്കാലം ഇഷ്ടമില്ലെങ്കിലും പിന്നീട് ഇഷ്ടപ്പെടും എന്നാണ് ആ വിഷയം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഒന്നാമത്തെ ഒരു ഉപമയായി അള്ളാഹു പറയുന്നത്. അതാണ് നമുക്ക് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ളറബ്നാ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നാം വിവരിച്ചിട്ടുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നും സഞ്ചരിച്ചു എന്നും വിവരിച്ചു എന്നും വിശദീകരിച്ചു എന്നൊക്കെ പല അർത്ഥങ്ങളിലും ഉപയോഗിക്കും. അപ്പോൾ വലഖദ് ളറബ്നാ ലിന്നാസി, ജനങ്ങൾക്ക് നാം വിവരിച്ചു തന്നിട്ടുണ്ട്. ഫി ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ, മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമകളും, എല്ലാ തരത്തിൽപ്പെട്ട ഉപമകളും എന്നർത്ഥം. അതായത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലുള്ള ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും കാര്യത്തിൽ ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യത്തിൽ ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. പുനരുദ്ധാരണത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല ഉപമ പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഉണ്ടല്ലോ. ശരിയുടെയും തെറ്റുകളുടെയും കാര്യത്തിൽ ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. മഴ പെയ്ത് എന്നിട്ട് ഒരു ചാലിൽ കൂടി, നീർച്ചാലിൽ കൂടി വെള്ളമൊഴുകി, അതിൽ കുറേ ചപ്പും ചവറും ഉണ്ടായിരുന്നു, അതാണ്ട് ഒലിച്ചു പോയി, നല്ലത് ബാക്കി വെച്ചു എന്ന് ഖുർആൻ കാണാൻ. അൻസലമിനസമായി മാം വസാലത്ത് ഔദിയത്തുൻ ബി ഖദരിഹ ഫഹത്തമൽ സൈലു സബദർ റാബിയൻ ഒമിമാ യൂഖിദൂന അലൈഹി ഫിന്നാരി ബിത്തിഖാ ഹില്യത്തിൻ ഔ മത്തായിൻ സബദും മിസ്ലുഹു. അതുപോലെ നിങ്ങൾ സ്വർണമൊക്കെ ഉരുക്കുമ്പോൾ അതിങ്ങനെ തിളച്ച് പതച്ച് വരും, എന്നിട്ട് ആ പതയൊക്കെ പൊട്ടിപ്പോകും, അത് കാണാനില്ലാതായി പോകും, എന്നിട്ട് സ്വർണം മാത്രം ബാക്കിയാകും. ഇതും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. സ്വർണം ഒരുക്കുമ്പോൾ അതിൻ്റെ ചീത്ത ഇതുകളൊക്കെ ഇന്ന് പോരും. ഇതൊക്കെ അള്ളാഹു പറയുന്നത് എന്തിനാ? ശരിയും തെറ്റുന്ന. ഇവിടെ ശരിയും തെറ്റും ഭൂമിയിലുണ്ടാവും. ശരി നുരയും പതയും പോലെ, അല്ല തെറ്റുകൾ നുരയും പതയും പോലെയുള്ള സാധനങ്ങളായിരിക്കും. തൽക്കാലം കുമിളകളായി പുറത്തു കാണുമെങ്കിലും ആ കുമിളകൾ പൊട്ടിപ്പോകും, ശരി മാത്രം ബാക്കിയാവും, തെറ്റ് അതില്ലാതെയാവും. ഒരു ഉപമയാണ്, ആർക്കും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നൊരു ഉപമയാണ്. അതുപോലെ വെള്ളം താഴ്വരയിൽ മഴ പെയ്യുമ്പോൾ താഴ്വരയിൽ വെള്ളം കാണാം. വെള്ളത്തിൻ്റെ മുകളിൽ അതിശക്തമായി നുരയും പതയും പൊങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പോൾ താഴ്വരയിൽ നീർച്ചാലുകൾ ഒരു വെളുത്ത നുരകളും പതകളുമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ആ നുരയും പതയും കുറച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് അതില്ലാതെയായി പോകും, വെള്ളം അവിടെ ബാക്കിയാവും. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ബാക്കിയാകും, തിന്മകളൊക്കെ ഒന്നിനും കൊള്ളാതെയായി പോകും. അത് ദുന്യാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഉപമയാണ്. അതുപോലെ പല ഉപമകളും അല്ലാഹു തആല നമുക്ക് പല കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ അലം തറ അന്നല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കി എന്നിട്ട് വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ പുല്ലും പുഷ്പവും ഉണ്ടായി,
അങ്ങനെ അതങ്ങനെ ഉയർന്ന് എല്ലാവർക്കും അത്ഭുതമാകുന്ന വിധത്തിൽ പച്ചപ്പുണ്ടായി. മറ്റൊരു വെയിലറിച്ചപ്പോൾ അതാണ്ട് ഉണങ്ങിപ്പോയി. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. ഒരു കാലത്ത് ഒരു മഴയ്ക്ക് നമ്മളെക്കാട് പൊട്ടി മുളച്ച് വലുതായി മുതിർന്നവരായി, പിന്നെ നമ്മളാണ്ട് ഉണങ്ങിപ്പോകും. വേറെ തലമുറയുടെ മറ്റൊരു മഴയ്ക്ക് വേറെ കുറേ ചെടിക്കൂട്ടങ്ങൾ വരും. അപ്പോൾ പണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. ഇതന്നെയാണ് മനുഷ്യൻ്റെ ജീവിതാവസ്ഥ. അങ്ങനെയുള്ള ഒരുപാട് ഉപമകൾ അള്ളാഹു ഖുർആനിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലെ ഉപമകൾ മാത്രം എടുത്തു നോക്കിയാൽ വലിയ ഒരു പഠനത്തിന് വിധേയമാക്കാൻ മാത്രമുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ ഫർഉഹാ ഫിസ്സമായി തുഅതി ഉക്കുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹു ലംസാല ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. സൂറത്തു ഇബ്രാഹീമിൽ കാണാം. വിശ്വാസത്തിൻ്റെ കലിമത്തുൻ ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, അത് ഭൂമിയിൽ വേരുറച്ച ഒരു വൃക്ഷം പോലെയാണ്. അതിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നുണ്ട്. ആ മരത്തിന്മേൽ ഒരു കാറ്റിലും ആടിപ്പോകാത്ത വിധം വേരുറച്ച ആ വലിയ വടവൃക്ഷത്തിൻ്റെ കൊമ്പും ചുള്ളിയും ിലും പിന്നെ വിശാലമാണ്, പരപ്പുള്ളതാണ്. അതിൽ പല കാലാകാലം പഴങ്ങളുണ്ടാകും. ആ മരം ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ മരമാണ്. ഏതൊരു സാധാരണക്കാരനും ഒരു ദീനറിയാത്തവനും ഒരു സാധാ കോമൺ സെൻസ് ഇല്ലാത്തവനും മനസ്സിലാവുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരു മരം. അപ്പോൾ ആ മരം കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. അതിൻ്റെ കായും പൂവും ഒക്കെ എല്ലാ കാലത്തും ജനങ്ങൾക്ക് കായ് കിട്ടും, കായ്ക്കനികൾ കിട്ടും. അപ്പോൾ ഒരു മരം കൊണ്ട് വലിയ ഉപകാരമാണ്. എല്ലാവർക്കും തണൽ കിട്ടും, അതുകൊണ്ട് ഉപകാരമാണ്. കാറ്റടിച്ച് മറിഞ്ഞു വീഴൂല. അപ്പോൾ ആ മരം വളരെ ഉപകാരപ്രദമായ ഒരു വലിയ വൃക്ഷം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു വൃക്ഷമാണ്. അത് മനസ്സിൽ ആഴത്തിൽ ആണ്ടിറങ്ങിയാൽ ഒരിക്കലും ആ മനുഷ്യൻ ഒരു കൊടുങ്കാറ്റിലും ഒരു സാഹചര്യങ്ങളിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് അവന് മാറിപ്പോവില്ല. അവൻ ഒരു വടവൃക്ഷം പോലെ ഉറച്ചു നിൽക്കും, ഈമാനിൻ്റെ ഉറപ്പ്. പിന്നെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച ഒരാൾ ഒരു മരം പോലെ ജനങ്ങൾക്ക് തണലായിരിക്കും, കായും പൂവും കനികളായി കൊടുക്കും, ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യനായിരിക്കും. അവൻ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പിതാവാണെങ്കിലും മകനാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുള്ള ഒരു വൃക്ഷം മനുഷ്യന് കായ്ക്കനികൾ കൊടുക്കുന്ന പോലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യൻ, അവനാണ് മുസ്ലിം. എന്തൊരു നല്ല ഉദാഹരണം ഒരു മുസ്ലിമിന് അല്ലാഹു യഖ്റുജു നബാത്തുഹു ബിഇദ്നി റബ്ബി. അത് നല്ല രാജ്യം, ഒരു നല്ല പ്രദേശം, അത് റബ്ബിൻ്റെ അനുമതിയാൽ അതിൻ്റെ നബാത്ത് സസ്യങ്ങളൊക്കെ, അതിപ്പോൾ മഴ പെയ്തിട്ടുണ്ടാകുന്ന ആ ബലത് പറഞ്ഞ ഒരു പ്രദേശം എന്നുള്ള അർത്ഥമാണ്, നല്ല പ്രദേശം. അങ്ങനെ നന്മകളുടെയും തിന്മകളുടെയും വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഉപമകൾ ധാരാളമായി വർദ്ധിപ്പിച്ച് കാണാം. എന്തിനാണ് നമ്മൾ ഉപമ പറയുന്നത്? ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപകന് ഉപമ പറയുന്നത് കുട്ടികൾക്ക് ആ വിഷയം കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. അതാണ് അള്ളാഹ് പറയുന്നത്, വലഖദ് ദറബനാ ലിന്നാസി, ഈ ജനങ്ങൾക്ക് നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്, ഫീ ഹദൽ ഖുർആൻ, ഈ ഖുർആനിൽ, മിൻ കുല്ലി മസലിൻ, എല്ലാ തരത്തിലുള്ള ഉപമകളും. അതെല്ലാ വിഷയങ്ങളെ പറ്റിയില്ല. അല്ലഹും യതദക്കറൂൻ, അവർ ഈ സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടി, ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി ഉപമകൾ. ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള പാരായണ ഗ്രന്ഥമായിക്കൊണ്ട് ഈ കിതാബിൽ, അറബി ഭാഷയുള്ള ഖുർആനെ പറ്റി പറയുന്നത് ആദൽ ഖുർആൻ എന്നല്ല, അത് ഖുർആനൻ അറബിയൻ, അറബിയായ ഗ്രന്ഥമാണ്, ഖുർആനാണ്. അറബി എന്ന് പറഞ്ഞാൽ പ്രകടമായ ഭാഷയിലുള്ള ഖുർആനാണ്. വൈറദി ഇവജിൻ, ഇതിലൊരു വളവുമില്ല. ഇവജ് എന്ന് പറഞ്ഞാൽ മുസ്തഖീം എന്നുള്ളതിൻ്റെ നേരെ എതിരാണ്. വളവില്ലാത്ത, വക്രതയില്ലാത്ത വ്യക്തമായ ഭാഷ. അറബി ഭാഷയുടെ പ്രത്യേകത അതാണ്. ഒരു വിഷയത്തെ, ഒരു പദം ഏതൊരു ആശയത്തെ സൂചിപ്പിക്കുന്നതോ അതിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്ന അറബി ഭാഷ. അറബ് എന്നുള്ള വാക്ക് തന്നെ തെളിഞ്ഞത് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ തെളിവുള്ള
വ്യക്തമായ ഭാഷ. ഉയർതി ഇവജിൻ, അതിലൊരു വക്രതയുമില്ല, ഒരു വളവുമില്ല. അങ്ങനെയുള്ള ഖുർആനിൽ ഞാൻ പല ഉപമകളും വിവരിച്ചു തന്നിട്ടുണ്ട്. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പം ആ ഉപമ തന്നെ നോക്കിയാൽ മതി. ഓരോ ഉപമയും നമുക്ക് നോക്കിയാൽ, നേരത്തെ പറഞ്ഞ വടവൃക്ഷം, അന്ന് 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവർക്കും ആ ഉപമ നല്ല വ്യക്തമായ ഉപമയാണ്. ഇന്നും ആ ഉപമ വളരെ വ്യക്തമായി ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാവുന്ന ഉപമയാണ്. ആ ഉപമക്ക്, അതായത് വടവൃക്ഷം പോലെയാണ് ഈമാൻ. അത് കാറ്റിൽ ആടിപ്പോകാത്ത വേരുകളുള്ളതാണ്, കായ്ക്കനികൾ എല്ലാ കാലത്തും നൽകുന്നതാണ്, തണലും ഉപകാരവും ചെയ്യുന്നതാണ്, തണുപ്പും നൽകുന്നതാണ്. ആ ഒരു ഉപമ, ഒരു വിശ്വാസിയുടെ ഉപമക്ക് ഈ നൂറ്റാണ്ടുകളായിട്ടും ആ ഉപമയുടെ തെളിച്ചം മങ്ങിയിട്ടില്ല. അതാണ് അറബ്. വ്യക്തമായ ഉപമകൾ ഈ ഖുർആനിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്തിനാണ്? ലഅല്ലഹും യത്തഖൂൻ, സൂക്ഷിച്ച് ജീവിക്കാനാണ്. പടച്ചോൻ ഇത്രയൊക്കെ വ്യക്തത നൽകിയിട്ട് അഫലാ യതദബ്ബറൂനൽ ഖുർആനിനെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അതല്ല, ഹൃദയങ്ങളിൽ പൂട്ടിട്ടിട്ട് ബന്ധിച്ചിരിക്കുകയാണോ? നിങ്ങളെ ഹൃദയത്തിന് പൂട്ടുണ്ടോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഖുർആൻ ഈ പറയുന്ന ഉപമകളും ഖുർആനിൻ്റെ വിവരണങ്ങളും എന്ന് അള്ളാഹു പറയുന്നുണ്ട് പലയിടത്തും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ചിന്തിക്കാൻ? ഈ ഖുർആനിനെ ചിന്തിക്കുന്നവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഖുർആൻ ഓതി വായിച്ച് അത് പഠിച്ചു നോക്കിയാൽ ആർക്കും ദുരൂഹതയില്ലാത്ത വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥമായി അള്ളാഹു നിശ്ചയിച്ചു. എന്തിനാണത്? ജനങ്ങൾക്ക് സൂക്ഷ്മത കിട്ടാൻ വേണ്ടി. ഇതൊരു കെട്ടിക്കൊടുക്കുള്ള ഗ്രന്ഥമായിരുന്നു എങ്കിൽ ഖുർആനിലുള്ള ഉപമകളൊക്കെ മറ്റു ഗ്രന്ഥങ്ങളിലുള്ളതുപോലെയുള്ള സങ്കീർണമായ കാര്യങ്ങളായിരുന്നുവെങ്കിൽ അത് അറിയുന്ന കുറച്ചാളുകൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും, ആണല്ലോ. ഇപ്പം നമ്മളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, അത് സയൻസ് ആവട്ടെ, സാമൂഹ്യ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഫിലോസഫി ആവട്ടെ, ഏത് തിബ്ബാവട്ടെ, അന്തസത്താവട്ടെ, ഏത് തരത്തിലുള്ള വിജ്ഞാനീയങ്ങളും, അത് ഒരു പരിധിയിൽ കാലിബറുള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവില്ല. ചില ഫോർമുലകളൊക്കെ വലിയ ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവൂ എല്ലാ വൈജ്ഞാനിക വിഷയങ്ങളിലും. പക്ഷേ ഖുർആൻ നമുക്ക് തരുന്ന ഈ വിജ്ഞാനം ഉണ്ടല്ലോ, നിങ്ങൾ നേരെ ചൊവ്വേ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കണം, പരലോകത്തല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, അതല്ല നല്ല നിലക്ക് ജീവിച്ചാൽ രക്ഷ കിട്ടും എന്ന ഈ ഖുർആനിൻ്റെ മതവിജ്ഞാനം, അത് ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, പോരാ, എല്ലാവർക്കും കിട്ടണം. അതിന് അല്ലാഹു തആല ഖുർആനൻ അറബിയൻ, വ്യക്തമായ പ്രകടമായ അറബി ഈ ഭാഷയിലുള്ള ഖുർആനിനെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നു. എന്തിന്? ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. എല്ലാ മനുഷ്യർക്കും സൂക്ഷ്മത കിട്ടണം ഖുർആൻ കൊണ്ട്, അത് കിട്ടും. ഇനി വറബല്ലാഹു മസലർ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസൂൻ. വറബല്ലാഹു മസലൻ, അല്ലാഹു തആല ഒരു ഉപമ വിവരിച്ചു തന്നിരിക്കുന്നു. അതായത് റജുലൻ, ഉപമ എന്ന് പറഞ്ഞാൽ ഒരു റജുലിനെ പറ്റി, ഒരാളെ പറ്റിയുള്ള ഒരു ഉപമയാണ്. ഫീഹി ശുറക്കാവു, അവനിൽ ഒരുപാട് പങ്കുകാരുണ്ട്. അവൻ റജുലൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പങ്കുകാരുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവനെ വിലക്ക് വാങ്ങിയത് ഒരുപാട് ആൾ കാശെടുത്തിട്ടാണ്, പങ്കു ചേർന്നിട്ടാണ്. അങ്ങനെയുള്ള ഒരു റജുല്. മുതശാക്കിസൂന, അവരാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നവരാണ്. തശാക്കസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടി അല്ലെങ്കിൽ കലഹിച്ചു ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. ഷാക്കൂസ് എന്ന് പറയും അറബി ഭാഷയിൽ. ഷാക്കൂസ് എന്ന് പറയണമെങ്കിൽ തലക്ക് മേടിൻ്റെ ചുറ്റികക്കകത്താക്കൂ ഷാക്കൂസ് അറിയാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലക്കും മേടിയും കലഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപദ്രവിക്കുന്ന ആളുകളാണ് തശാക്കസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിയെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുന്ന ഒരുപാട് പങ്കാളികൾ, ഒരുപാട് ആൾ കൂടിയിട്ട് ഒരടിമയെ വാങ്ങി. എന്നിട്ടോ അങ്ങനെയുള്ള ഒരാളെ അല്ലാഹു തആല ഉപമിച്ച് തന്നിരിക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ ഉപമയാണിത്. മറ്റൊരു റജുലൻ, വേറൊരു റജുലിനെയും അള്ളാഹു ഉപമിച്ചു. അയാൾ സലമൻ ലി റജുലിൻ, മറ്റൊരാൾക്ക് ഒറ്റക്കാണ്. സലമ എന്ന് പറഞ്ഞാൽ അവന് ഒറ്റക്കാണ്, അവനിൽ വേറെ പങ്കുകാരൊന്നുമില്ല. അവൻ്റെ യജമാനന് ഒറ്റക്കാണ്, ഒരു യജമാനനേ ഉള്ളൂ. മറ്റേ ആൾക്ക് ഒരുപാട് യജമാനന്മാരുണ്ട്. അതിവിടെ ഉപമിച്ചു തരുന്നു. വളരെ ചെറിയ വാക്കിൽ അള്ളാഹു ഉപമ പറഞ്ഞു തരാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഹൽ യസ്തവിയാനി മസലൻ, ഈ രണ്ട് മനുഷ്യന്മാരും, ഈ രണ്ട് അടിമകളായ ആളുകളും സമമാകുമോ? അവരുടെ ഉപമ രണ്ടും സമമാകുമോ? ഒരാൾക്ക് ഒരു യജമാനനെ അനുസരിച്ചാൽ മതി, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നുക്കും പിന്നുക്കും തിരിഞ്ഞു നോക്കേണ്ടില്ല. യജമാനൻ എന്താ പറയുന്നു അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. മറ്റേ ആൾക്ക് അങ്ങനല്ല, എല്ലാ യജമാനനെയും അനുസരിക്കണം, എല്ലാ യജമാനന്മാരെയും തൃപ്തിപ്പെടുത്തണം. എന്നാലോ ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കുന്നവരായതുകൊണ്ട് ഒരാളെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റാൾക്ക് അതൃപ്തിയാകും. അപ്പോൾ അതാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവന് അള്ളാഹുവിൽ അർപ്പിച്ചാൽ മതി, അള്ള പറഞ്ഞത് കേട്ടാൽ മതി, അത് മാത്രം മതി, അവന് ഭയപ്പെട്ടാൽ മതി. നേരെ മറിച്ച് എല്ലാവരെയും നാട്ടുകാരെയുമാണെന്ന് പ്രീതിപ്പെടുത്തുക. കുറേ ആളുകൾ അങ്ങനെയാണ്. നാട്ടുകാരെ അവിടെ അനാചാരവും അന്ധവിശ്വാസം ഉണ്ടാകുമ്പോൾ അവിടെ പഞ്ഞ് ഞാൻ പങ്കെടുക്കാതിരുന്ന ഓൽക്കും എന്താ വിചാരിക്കാറിന് അവിടെയും പോവും, ഇവിടെയും പോവും, അങ്ങേപുറത്തും പോവും, ശിർക്കാണെങ്കിൽ അതിലും പോവും, ബിദഅത്തിനും പോവും. എല്ലാം കൂടി ഇങ്ങനെ ഒരു സകലഗുലാബിയായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവന് ആരുടെയും തൃപ്തിയൊട്ട് കിട്ടൂല. ഒടുവിന് പഠിച്ചവൻ്റെ ഇരുന്ന് രക്ഷയും കിട്ടൂല. അതാണ് ഒറിജിനൽ സലമൻ സലമൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് മറ്റൊരാളുടെ അടിമയായിരുന്ന ഒരാളും ഒരുപാട് പരസ്പരം കലഹിക്കുന്നവരുടെ അടിമയായിരുന്ന ഒരാളെയും അല്ലാഹു തആല ഉപമിക്കുന്നു. ഹൽ യസ്തവിയാനി മസലൻ, ഈ രണ്ട് അടിമകളും സമമാകുമോ ഒരു ഉപമ എന്ന നിലക്ക്? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞാൽ ആണ് ചോദിക്കുമ്പോൾ ഖുറൈശികൾ അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആളുകൾ അതേതായാലും സമമാവില്ലോ. എന്നാ അൽഹംദുലില്ലാ, ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അതാണ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധിക പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കണില്ല. ഒരു അന്ധമായിട്ട് ഒരുപാട് ദൈവങ്ങളെയും ഒരുപാട് ഇലാഹുകളെയും ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയൊക്കെയാണ്. ഒരാളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. പഠിച്ചവനെ മാത്രം ആരാധിക്കുകയാണ് ബുദ്ധി എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കാര്യം മനസ്സിലാക്കാതെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇനി അവരെ ഉപദേശിക്കുകയാണ്. ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും, ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് പഠിച്ചവനായ ഏകനായ റബ്ബിനെ ഇഷ്ടപ്പെടുത്തി ജീവിച്ചവനല്ലാതെ പലരെയും ഇഷ്ടപ്പെടുത്തി ജീവിച്ചവരാരും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവരൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇരു തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് വഖാല അല്ലദീന തബഉ ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ കദാലിക യുരീഹിമുല്ലാഹു അമാലഹും ഹസ്റാത്തിൻ അലൈഹിം വമാഹും ബിഖാരിജീന മിനന്നാർ. മറ്റുള്ളവരെയൊക്കെ കണ്ടവരെയൊക്കെ പിൻപറ്റി ജീവിച്ചവർ, ആ കണ്ടവരൊക്കെ ഇവനിൽ നിന്ന് പരലോകത്ത് ഒഴിഞ്ഞു പോകും. ഞങ്ങളറിയില്ല എന്ന് പറയും. അവസാനം ഇവൻ ഖേദിക്കേണ്ടി വരും. അതാണ് അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹ് ഈ പറഞ്ഞ ഉപമ വളരെ വ്യക്തമാണ് എന്നർത്ഥം. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അധികം ആളുകളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇന്നക മയ്യിത്തുൻ, തീർച്ചയായും മുഹമ്മദ് നബിയെ താങ്കളും മരിക്കും. വ ഇന്നഹും മയ്യിത്തൂൻ, അവരും തീർച്ചയായും മരിക്കും. നമ്മൾ പറയാലോ നമുക്ക് അവിടെ വെച്ച് കാണാം. അതന്നെ, നിങ്ങളും മരിച്ചു ചെല്ലും. ഇതൊക്കെ ഉപദേശിച്ച് പഠിപ്പിച്ച് ഉദാഹരണമൊക്കെ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളും മരിച്ചു ചെല്ലും. വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിച്ചു പോവും. എന്നിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്കിത് ബോധ്യമാകും. അവർ പറഞ്ഞതാണോ അല്ലെ അമ്പിയാക്കൾ പറഞ്ഞതാണോ അല്ല ഈ അനുയായികൾ പറഞ്ഞതാണോ ശരിയെന്ന് അവർക്ക് ബോധ്യമാകും. ഇന്നക മയ്യിത്തുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടുണ്ട് എന്നതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു വചനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോൾ അവിടെ നബിയുടെ വീടും പരിസരത്തും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിതമാർഗവും തേടി പോയതായിരുന്നു. ആളുകളെല്ലാവരും കൂടി നബി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയണില്ല നബി മരിച്ചു എന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് പൊക്കി പറഞ്ഞു അത്രേ, നബി എങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞവനെ ഞാൻ ഈ വാളുകൊണ്ട് ശരിയാക്കുന്നു. കാരണം മൂപ്പർക്കും വിശ്വസിക്കാൻ കഴിയണില്ല നബി മരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ നബിയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ആ പരിഭ്രമം കൊണ്ട് അവരാകെ നബി മരിച്ചു എന്നാണ്ട് അവർക്ക് പറയാൻ കഴിയണില്ല. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞ് ഓടി വരുന്നത്. അദ്ദേഹം മരിച്ച നബിയുടെ ആ ജനാസയെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബിക്കും എന്ന് തുടങ്ങുന്ന ആയത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതിയപ്പോഴാണ് ഇതൊക്കെ ഖുർആനിലുണ്ടല്ലോ. നമുക്ക് ഇങ്ങോട്ട് പരിഭ്രമം കൊണ്ട് അത് ഇങ്ങോട്ട് തോന്നിയില്ലാന്ന്. നബി മരിച്ചു എന്ന്, മരിക്കും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. അപ്പോൾ ആയത്താണ് ഇവിടെ അള്ളാഹ് ഈ സന്ദർഭം പറയുന്നത് എന്താ, എത്ര ഉപമിച്ചും കൃത്യമായും ഖുർആനൻ അറബിയൻ പ്രകടമായ ഈ അറബി ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാർക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങളും മരിക്കും നബി, വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിച്ചു പോകും. സുമ്മ ഇന്നക്കും, പിന്നീട് ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ വെച്ച്, തഖ്തസിമൂൻ, പരസ്പരം തർക്കിക്കും. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് പരസ്പരം തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് തർക്കിക്കാനുള്ള ഇടം കൊടുക്കും എന്നതല്ല, അവർക്ക് ബോധ്യപ്പെടും നബി പറഞ്ഞതായിരുന്നു ശരി എന്ന്. ഇപ്പോൾ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, ഈസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ചോദിക്കും, അനുയായികളെയും ഈസാ നബിനെയും ഹാജരാക്കിയിട്ട്, എന്നെയും എൻ്റെ ഉമ്മയെയും അള്ളാഹുവിൻ്റെ പുറമെ ദൈവങ്ങളാക്കി പ്രാർത്ഥിക്കാൻ നീ ഈസാ ജനങ്ങളോട് പറഞ്ഞിരുന്നോ? ഈസ പറയും അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്കറിയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ നിനക്കറിയാലോ അള്ളാഹുവേ, ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്. പിന്നെ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്തൊന്നും ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ നീ ആകാശലോകത്തേക്ക് ഉയർത്തി, അതിനുശേഷം അവർ പ്രചരിപ്പിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നെയും എൻ്റെ മാതാവിനെയും ആരാധിക്കണമെന്നത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഈസാ നബി പറയും. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നീ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഓരോ നബിമാരെയും അല്ലാഹു തആല വിചാരണ ചെയ്യും, ആ അനുയായികളെയും അല്ലാഹു തആല വിചാരണ ചെയ്യും. അന്ന് നമുക്കതൊക്കെ ബോധ്യമാകും എന്ന് അള്ളാഹു അവർക്കൊരു താക്കീത് നൽകുകയാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾ ഖസമ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു എന്ന, ഖാസമ അല്ലെങ്കിൽ ഇഖ്തസമ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. അന്ന് ഇതിൻ്റെ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നിട്ട് ഫമൻ അളമു മിമ്മൻ കദബ അലല്ലാഹി വകദബ ബിസ്സിദ്ഖ്, ഫമൻ അളമു, അപ്പോൾ ആരാണ് ഏറ്റവും വലിയ അളലം? ലാലിമ് എന്ന് പറഞ്ഞാൽ ലുൽമ് ചെയ്യുന്നവൻ, ഒരു മലയാള പദമാണ്. അളലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലുൽമ് ചെയ്യുന്നവരാരാണ്? മിമ്മൻ കദബ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയുന്നവനേക്കാൾ. അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയാന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം. അള്ളാഹു പറയാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമച്ച് പറയുക, അള്ളാഹുവിൻ്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുക, ഖുർആനിലുള്ളതിനെ അതിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് ദുർവ്യാഖ്യാനിക്കുക. അള്ളാഹുവിൻ്റെ ദീനാണ് ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിലെ മരനിയമങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചു കൊടുക്കുക, അതായത് ബിദ്അത്തുകളും കുഫറുകളും പ്രചരിപ്പിക്കുക മതത്തിൻ്റെ പേരിൽ.
അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം കാലത്തിന് പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിനനുസരിച്ച് തള്ളിക്കളയുക, ഹദീസുകളെ നിഷേധിക്കുക. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആശയങ്ങളും മുഹമ്മദ് നബിയുടെ ഭാഷയുമാണ്. മുഹമ്മദ് നബിയുടെ നാവിൽ കൂടി അള്ള പറഞ്ഞു കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഹദീസുകൾ. ആ ഹദീസുകൾ കള്ളമാണ് എന്ന് പറയുക, ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹു പറഞ്ഞിട്ടില്ല എന്ന് പറയുക, അള്ളാഹുവിൻ്റെ പേരിൽ കൃത്രിമമായി മറ്റു പലതും പറഞ്ഞുണ്ടാക്കുക. അങ്ങനെ ആരായിരുന്നാലും അവനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ളാലിമ്. ഫമൻ അദ്ലമു മിമ്മൻ കദബ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയുന്നതിനേക്കാളും അക്രമി ആരാണ്? അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളാരും അള്ളാഹിൻ്റെ മേലിൽ കള്ളം പറയാറില്ലല്ലോ. അള്ളാഹുവിൻ്റെ മേലിൽ കള്ളം പറയാമെന്ന് പറഞ്ഞാൽ അതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത്രയും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവൻ, അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവൻ, അതിനെ പരിഹസിക്കുന്നവൻ, അതിനെ അവഗണിക്കുന്നവൻ ഒക്കെ മിമ്മൻ കദബ അലല്ലാ എന്ന കൂട്ടത്തിൽ പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. വകദ്ദബ ബിസ്സിദ്ഖി, സത്യം അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയും, വകദ്ദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു, സത്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ വ്യാജമാക്കുകയും ചെയ്തു. അള്ളാഹിൻ്റെ മേൽ അള്ളാഹുവിനെ ദുർവ്യാഖ്യാനിക്കുന്നു. സത്യം വന്നു കഴിഞ്ഞു, ഓരോ വിഷയത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന ഇന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിനെ തള്ളിക്കളയുകയും വ്യാജമാക്കുകയും ചെയ്യുന്നവനേക്കാൾ അക്രമി ആരാണ്? അലൈസ ഫീ ജഹന്നമ മസ്വല്ലിൽ കാഫിരീൻ, അലൈസ ഫീ ജഹന്നം, ജഹന്നം എന്ന നരകത്തിലില്ലയോ, മസ്വല്ലിൽ കാഫിരീൻ, നിഷേധികളായിട്ടുള്ള ആളുകളുടെ സങ്കേതം ജഹന്നമിൽ അല്ലയോ, അല്ലെങ്കിൽ ജഹന്നമിൽ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഒരു ചോദിക്കല്ല, ഉണ്ട് എന്നാണ്ട് സ്ഥാപിക്കാണ്. ബലാ എന്നാണ്, അതെ ഉണ്ട്. ജഹന്നമിൽ അങ്ങനെയുള്ള നിഷേധികൾക്ക് മസ്വയുണ്ട്, അവരുടെ സങ്കേതം അവർക്കുണ്ട്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി, സത്യം കൊണ്ടുവന്നവൻ, വസദ്ദഖ ബിഹി, അതിനെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്തവൻ. നമ്മൾ സത്യം കൊണ്ട്, അത് നബിമാരാണ്. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവർ സത്യവും കൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് വന്നത്. അവർ സത്യം പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു തരാൻ മാത്രമല്ല ചെയ്തത്, ശരിയായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ട് അവരെങ്ങനെങ്കിലും ജീവിക്കല്ല ചെയ്തത്. വസദ്ദഖ ബിഹി, ആ സത്യത്തിനെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് അവർ. അതാണ് ശരി പറയുന്ന ആളുകൾ, അതായത് പ്രബോധകന്മാർ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവർ ഒക്കെ. ആ നല്ലത് കൊണ്ട് വന്നാൽ മാത്രം പോരാ, ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. വസദ്ദഖ ബിഹി, അതിനെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രഭാഷണം നടത്തിയിട്ടാണ് കഴിച്ചിലായാൽ മതിയാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ, ഞങ്ങൾ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ ശരീഅത്ത് അത്ര വലിയതാണ്, ഞങ്ങളുടെ ശരീഅത്തിൽ അത്ര നിങ്ങളുടെ ശരീഅത്തിനേക്കാളും വലിയ വലിയ സന്ദേശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ അഭിമാനിച്ചാൽ പോരാ. ആ അഭിമാനത്തിനനുസരിച്ച് വസദ്ദഖ ബിഹി, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തവൻ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ്, അക്കൂട്ടരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ. അപ്പോൾ സത്യം ജനങ്ങളോട് പറയുക, അത് വിവരിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് സ്വയം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തവർക്കാണ് മുത്തഖീൻ എന്ന് അല്ലാഹു തആല വിളിക്കുന്നത്. ലഹും മാ യശാഊൻ, അവർ ഉദ്ദേശിക്കുന്നതെല്ലാം അവർക്ക് ഉണ്ടായിരിക്കും. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ. ഒരുപക്ഷെ ദുന്യാവിൽ അങ്ങനെയൊക്കെ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന് കരുതി അവരാഗ്രഹിക്കുന്ന ജീവിതം ദുന്യാവിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ കിട്ടിയേക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ദാവൂദ് നബി അലൈഹിസ്സലാമിനും അല്ലാഹു തആല പ്രൗഢവും ഗംഭീരവുമായ രാജകീയ പദവി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ദുന്യാവ് തന്നെ കൊടുത്തു, ആഖിറത്തുനിന്നും കൊടുക്കും. പക്ഷേ എത്രയോ അമ്പിയാക്കന്മാർ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി ജീവിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ദുന്യാവിലെ കാര്യമല്ല, ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, പരലോകത്ത് ചെല്ലുമ്പോൾ
അവർ ഉദ്ദേശിക്കുന്ന എല്ലാ നന്മകളും അവർക്കുണ്ടായിരിക്കും. ദാലിക ജസാഉൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളത് നാളെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു എപ്പോഴും ഒരു പ്രതീക്ഷ രണ്ടിട്ടോ നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടാണ് തീർക്കല്ല, കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പക്ഷെ അതല്ല, ഉണ്ട്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക ജസാഉൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾക്ക് അല്ലാഹു തആല അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ, പാപമോചനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ലാഹു തആല അങ്ങനെ വാഗ്ദാനം ചെയ്തത് കിട്ടും എന്ന പ്രതീക്ഷ. അതാണ് ദാലിക ജസാഉൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അതാണ്. ലിയുകഫിറല്ലാഹു അൻഹും, അല്ലാഹു തആല അവർക്ക് മായ്ച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ വേണ്ടി. കഫറ എന്ന് പറഞ്ഞാൽ മായ്ച്ചു, മറച്ചു വെച്ചു എന്നൊക്കെയാണ്. ലിയുകഫിറല്ലാഹു അൻഹും, അവരിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയാൻ വേണ്ടി. അസ്വ അല്ലദീ അമിലൂ, അവർ പ്രവർത്തിച്ച സൂഉകളെ, തിന്മ. മുഹ്സിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ ആയത്ത്. ലിയുകഫിറല്ലാഹു അൻഹും അസ്വ അല്ലദീ അമിലൂ, അവർ പ്രവർത്തിച്ച സൂഉകളെ അള്ളാഹു തആല മായ്ച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവസാനം അവർക്ക് അള്ളാഹു അത് മായ്ച്ചു കൊടുക്കും. അത് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് അവസാനം അങ്ങനെയായിത്തീരുന്ന ഒരവസ്ഥക്ക് വേണ്ടിയാണ് അള്ളാഹു പ്രതിഫലം നൽകും മുഹ്സിനീങ്ങൾക്ക്. അതായത് ഇഹ്സാൻ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് മനുഷ്യരാണ്, സ്വാഭാവികമായും തെറ്റുകൾ വരും. ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ നിന്ന് ഇത് വന്നല്ലോ. ഓരോരുത്തർക്കും ചെറിയ ചെറിയ പാകപ്പിഴവുകൾ വരും. നമ്മളൊക്കെയാണെങ്കിലോ വലിയ വലിയ പാകപ്പിഴവുകൾ വരും. പക്ഷേ നമ്മൾ ഇഹ്സാൻ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അതാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ തിന്മക്കും കുറ്റം കിട്ടും, നന്മക്ക് കൂലിയും കിട്ടും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിന് മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മയുടെ കുറ്റം കൂലിയെ അപേക്ഷിച്ച് എത്രയോ വലിയതായിരിക്കും. അത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ അടിസ്ഥാനപരമായി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അതാണ് ഇഹ്സാൻ. അതിന് നമ്മൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാം. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന നിലക്ക് ജീവിക്കാം. അള്ളാഹു നമ്മളെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ എന്നെ കാണുന്നു, അവൻ എന്നെ നോക്കുന്നു എന്ന നിലക്ക് ജീവിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥക്കാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് ചിലപ്പോൾ അബദ്ധങ്ങൾ വരും. അബദ്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധനയുടെയും ഫലമായി ആ അബദ്ധങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വുളു എടുക്കുമ്പോൾ നിങ്ങൾ വുളു എടുക്കല്ല, പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഉയർത്തുമ്പോഴും ഓരോ കാല് നിലത്ത് വെക്കുമ്പോഴും ഓരോ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നുകൊണ്ടിരിക്കും. ഒരു പദവി നിങ്ങൾ അല്ലാഹു ഉയർത്തും. അപ്പം മൈനസ് മാർക്ക് എന്നുള്ളത് ദീനിലില്ല. നേരെ മറിച്ച് നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ആ ഓരോ കാൽവെപ്പിനും അല്ലാഹു തആല പ്രതിഫലം നൽകും, നമ്മളെ പാപം പുറത്തു തരും. പ്രതിഫലം നൽകുക മാത്രമല്ല, തെറ്റ് പുറത്തു കൊടുക്കും. പള്ളിയിലെത്തി ഒളു കൊടുക്കുകയാണെങ്കിൽ ഓരോ ഒളുവിലും അവൻ്റെ നഖത്തിൻ്റെ, നബി അത്രയും കൂടി നമ്മളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നഖത്തിൻ്റെ അടിയിലുള്ള പാപങ്ങൾ പോലും, അത് മനുഷ്യൻ്റെ ആ പാപം പൊറുക്കുന്നതിൻ്റെ ആ വലിപ്പം പറയാനാണ്. എല്ലാ പാപങ്ങളും കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, കണ്ണ് കഴുകുമ്പോൾ, ചെവി തടവുമ്പോൾ,
വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ, നമ്മുടെ കാലും തലയ തടവുമ്പോൾ, കാല് കഴുകുമ്പോഴൊക്കെ നമ്മിൽ നിന്നുണ്ടാകുന്ന, അവയവങ്ങളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ, വൻ കുറ്റങ്ങളല്ലെങ്കിൽ അള്ള പുറത്തു തരും. അപ്പോൾ ഒരു ഒളു കൊടുക്കുന്നതോടുകൂടി തന്നെ ഒരു മനുഷ്യൻ ശുദ്ധനാവുകയാണ്. വൻ കുറ്റങ്ങളില്ലാത്ത, അതാണ് മുഹ്സിനാവണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ശിർക്കും കുഫറും ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവന് പുറത്തു കൊടുക്കുകയാണ്. പിന്നീട് അവൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. നമസ്കാരത്തിൻ്റെ ഇടയിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹു തആല പ്രത്യേകമായി സ്വീകരിക്കുന്നു. നമസ്കരിക്കാൻ നിന്ന് നമസ്കാരം കഴിയുമ്പോൾ അവനിൽ നിന്ന് അള്ളാഹു തആല ഓരോ ഇന്തിഖാലാത്തുകളിലും അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളും നമ്മളോടുകൂടി ആമീൻ പറഞ്ഞ് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇനിയും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അതോടുകൂടി അല്ലാഹു തആല ആ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ഇസ്തിഗ്ഫാർ പ്രത്യേകമായി പരിഗണിക്കുന്നു. അദ്കാറുകളോടുകൂടി ഒന്നുകൂടി നമ്മൾ ശുദ്ധിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകിയത്. അതാണ് വയജ്സിയഹും വയുകഫിറു അൻഹു ലിയുകഫിറല്ലാഹു അൻഹും അസ്വഅ അല്ലദീ അമിലൂ. അവർ ചെയ്ത ചീത്തയായ കാര്യങ്ങളെ അല്ലാഹു തആല അവർക്ക് മായ്ച്ചു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. അപ്പം നമ്മളുടെ ഓരോ സൽക്കർമ്മങ്ങൾക്കും ഓരോ ദിക്റുകൾക്കും അല്ലാഹു തആല ഓരോരോ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ഒരു തെറ്റുകൂടി മായ്ച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. പിന്നെ വയജ്സിയഹും അജ്റഹും ബി അഹ്സനില്ലദീ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചിരുന്ന ആ ഏറ്റവും നല്ല രൂപത്തിൽ അവർ പ്രവർത്തിച്ചിരുന്ന നന്മകളുണ്ട്, ഇഹ്സാൻ. ആ ഇഹ്സാനിന് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വിശ്വാസിയായിട്ട് നമ്മൾ ബോധപൂർവം ജീവിക്കുകയാണെങ്കിൽ വളരെ പ്രതീക്ഷയാണ് അള്ളാഹ് നമുക്ക് നൽകുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വരും. വിശ്വാസം അടിസ്ഥാനപരമായി തൗഹീദും അതിനോടനുബന്ധിച്ച് ഇഹ്സാനും അള്ളാഹ് കാണുന്നുണ്ട് എന്ന ബോധവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ കാണുന്ന പോലെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ വന്നു പോകുന്ന അബദ്ധങ്ങളൊക്കെ ഈ ജീവിതത്തോടു കൂടി തന്നെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നു. അപ്പോൾ പിന്നെ അവിടെ ബാക്കിയുള്ളത്, അപ്പോൾ കുറേയും കൂടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും അല്ലാഹു തആല പുറത്തു തരും. ഇതാണ് ഒരു വിശ്വാസിക്കുള്ള റജാ എന്ന് പറയുന്നത്, പ്രതീക്ഷ. ആ പ്രതീക്ഷയിലായിരിക്കണം ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വയുഹ്സിനുല്ലന്ന ബില്ലാ. നിങ്ങളാരും മരിക്കാൻ ഇടവരരുത് അള്ളാഹുവിനെ പറ്റി ഏറ്റവും നല്ല വിചാരത്തോടു കൂടിയല്ലാതെ എന്ന്. അങ്ങനെ ഒരു ജീവിത രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ അടുക്കൽ ഇന്ന് വന്നിട്ടുണ്ട് ഒരുപാട് തിന്മ, അതല്ലാ ഓരോ നന്മയോടുകൂടി ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. നന്മകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്തോറും നിങ്ങളുടെ തിന്മകൾ അല്ലാഹു തആല ഇല്ലാതെയാക്കി തരും. രണ്ട് രൂപത്തിലുണ്ട്. നമ്മൾ ഹസനാത്ത് ചെയ്താൽ അതിൻ്റെ മുമ്പ് ചെയ്ത സയ്യിആത്തുകളൊക്കെ അല്ലാഹു അതോടുകൂടി പോക്കിത്തരും, ഇല്ലാതെയാക്കി തരും. നമ്മൾ ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ജീവിതം ഹസനാത്തുകളിൽ നിറയുകയും തിന്മ ചെയ്യാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തോന്നലിലേക്ക് അല്ലാഹു തആല നമ്മളെ മാറ്റും. അപ്പം മുമ്പ് ഹസനാത്തിൻ്റെ മുമ്പുള്ള തിന്മകളും അതിന് ശേഷം വരുന്ന തിന്മകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടല്ലാതെ നമ്മൾ മരിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. പക്ഷേ ഈ ഒരു ബോധം നമുക്കുണ്ടാവണം എന്നാണ് പറയുന്നത്. ബി അഹ്സനില്ലദീ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു നൽകും. അവരിലുള്ള ചീത്തകൾക്ക് അള്ളാഹു തആല പുറത്തു തരുകയും ചെയ്യും. അലൈസല്ലാഹു ബികാഫിൻ. അള്ളാഹ് നിങ്ങൾക്ക് പോരെ. എന്തൊരു മർമ്മത്താണ് ആ ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അള്ളാഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ
അവൻ്റെ അടിമക്ക്. എന്നാൽ വയുഖവ്വിഫൂനക അവർ നിന്നെ ഭയപ്പെടുത്തുന്നു ബില്ലദീന മിൻ ദൂനിഹി അള്ളാഹു അല്ലാത്തവരെ പറ്റി പറഞ്ഞ്. അവരെ കുരുത്തക്കേട് പറ്റും, ഇവരുടെ കോപ്പുണ്ടാകും, അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, അവരെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അതൊന്നും വേണ്ട, അല്ലാഹ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു അള്ളാഹു അവൻ്റെ അടിമക്ക് പോലെ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി അള്ളാഹുവിൻ്റെ പുറമെയുള്ളവരെ കൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കും. നബിയെ പേടിപ്പിച്ചതായി ഖുർആനിൽ പലയിടത്തുമുണ്ട്. ഇൻ അറാക്ക ഇല്ലാഹി തറാക്ക ബഅ്ളു ആലിഹത്തിക ഞങ്ങളെ ഇലാഹിൻ്റെ കോപ്പം പറ്റിയതാണ് നിനക്ക്, നീ ഇങ്ങനെ ചെയ്താൽ ഇലാഹുകൾ നിന്നെ നശിപ്പിക്കും, കോപ്പിക്കും. ഇതൊക്കെ നബിയെ പേടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താനും പാപമോചനം നൽകുന്ന അള്ളാഹു പോരെ അവൻ്റെ അടിമക്ക്. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി എന്നിട്ട് അള്ളാഹു തആല സമാപിക്കുന്നത് വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ് അള്ളാഹ് പിഴപ്പിച്ചാൽ, യുദ്ലിൽ ദലാലത്തിലാക്കിയാൽ, വമൻ യുദ്ലിലില്ലാഹു അള്ളാഹു തആല ഒരാളെ ദലാലത്തിലാക്കിയാൽ ഫമാ ലഹു മിൻ ഹാദ് അവനെ ഹിദായത്തിലാക്കാൻ മറ്റാർക്കും സാധ്യമല്ലല്ലോ. അപ്പോൾ അള്ളാഹു ദലാലത്തിലാക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു കൽപ്പിച്ചു കൂട്ടി ആക്കല്ല, നമ്മളാകുമ്പോൾ അള്ളാഹു ആക്കും. അപ്പോൾ നമ്മൾ ഹിദായത്തിലാവാൻ വേണ്ടി ശ്രമിക്കണം, എന്നാൽ ദലാലത്തിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.